മറവി എന്ന് പറയുന്നത് എത്ര വലിയ വരവാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത ആ മഹാഭാവി ആരാ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ഇനിയും നീ ഈ പ്രശ്നം നിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കരുത്. വേറെ ആരോട് സത്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പ്രിയഞ്ചേട്ടനോടെല്ലാം പറഞ്ഞൂടെ? പ്രിയഞ്ചേട്ടന്റെ അടുത്ത് നിന്ന് നീ എന്തിനാ ഇത് മറയ്ക്കുന്നത്? പ്രിയഞ്ചേട്ടനോട് ഈ കാര്യം പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. നീ എന്തുകൊണ്ടാ പ്രിയഞ്ചേട്ടനോട് സംസാരിക്കാതെ അകലം പാലിച്ച് നടക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷേ പ്രിയഞ്ചേട്ടൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പ്രിയഞ്ചേട്ടൻ അത് മനസ്സിലാവും. നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടരുത്. പ്രിയഞ്ചേട്ടനെ അകറ്റി നിർത്തുന്നത് ശരിയായ തീരുമാനമല്ല. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പ്രിയഞ്ചേട്ടനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പോ തന്നെ പ്രിയഞ്ചേട്ടനോട് എല്ലാം പോയി പറയാം. പ്രിയഞ്ചേട്ടനെ എല്ലാം പരിഹരിക്കുന്ന നീ പറഞ്ഞത് എന്തർത്ഥത്തിലാ? അദ്ദേഹം കല്യാണം കഴിച്ചോളുന്നല്ലേ? അങ്ങനെ ആരോ ചെയ്ത തെറ്റിന് പ്രിയഞ്ചേട്ടൻ ശിക്ഷ അനുഭവിക്കണോ? എനിക്ക് പ്രിയഞ്ചേട്ടനെ നന്നായിട്ട് അറിയാം. അദ്ദേഹം സ്നേഹിച്ചത് എന്റെ ശരീരത്തെ അല്ല, എന്റെ മനസ്സിനെ, എന്റെ നിഷ്കളങ്കതയാ. ഗന്ധർവൻ കാണാൻ എങ്ങനെ ഇരിക്കുന്ന പോലും അറിയാതെയാ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത്. ഞാനും അദ്ദേഹത്തിന്റെ മനസ്സിനെയാ സ്നേഹിച്ചത്. പ്രിയഞ്ചേട്ടൻ എനിക്ക് ചെയ്ത നന്മകൾക്ക് പകരം ഞാൻ ഇങ്ങനൊരു ദ്രോഹം അദ്ദേഹത്തോട് ചെയ്യരുത്. പ്രിയഞ്ചേട്ടൻ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ കാരണം പ്രിയഞ്ചേട്ടന് ഒരു ചീത്ത പേരുണ്ടാവരുത്. ഇങ്ങനെ ജീവിക്കുന്നാലും ഭേദം മരിക്കുന്നാണെന്ന് കരുതി ഞാൻ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചതാ. പക്ഷെ മരണത്തിന് പോലെ എന്നെ വേണ്ട. എന്റെ ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം. അത് കഴിയുന്നവരെ ഞാൻ ആരോടും ഈ സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. മീരയോടും ആയിഷയോടും ഞാനല്ല ഇതിനെ കുറിച്ച് പറഞ്ഞത്. അവര് സ്വയം കണ്ടുപിടിച്ചതാ. ഞാൻ പെട്ടുകിടക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇല്ല സൗന്ദര്യ. ചേച്ചിയുടെ കല്യാണം നടന്ന ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കാൻ തയ്യാറായി തന്നെയാ നിൽക്കുന്നത്. നീ എന്തൊക്കെയാ പാറു ഈ പറയുന്നത്? നിന്റെ ചേച്ചിയുടെ കല്യാണം നിനക്ക് എത്ര വലുതാണോ അതുപോലെ തന്നെ നിന്റെ ജീവിതം ഞങ്ങൾക്കും വലുതാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയും വെച്ചിട്ട് കാര്യമില്ല. എന്നെ പറ്റി അറിഞ്ഞതെല്ലാം നീ മറക്കാൻ ശ്രമിക്ക. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല, നീ കേട്ടിട്ടുമില്ല. നീ വലിയ തെറ്റാണ് പാറു ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ ഒറ്റയ്ക്കല്ല എടുക്കേണ്ടത്. അതിൽ പ്രിയഞ്ചേട്ടനും അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. നീ ഇങ്ങനെ സ്വയം നശിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്നത് കണ്ട ശേഷം ഞാൻ എങ്ങനെയാ പ്രിയഞ്ചേട്ടനെ ഒന്നും അറിയിക്കാതിരിക്കുന്നത്? പിന്നീട് നിനക്ക് എന്തെങ്കിലും പറ്റിയാ പ്രിയഞ്ചേട്ടനെ ഒന്നും അറിയിക്കാത്തതിന്റെ കുറ്റബോധം എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് പാറു. നീ പ്രിയഞ്ചേട്ടനോട് എല്ലാം പറ. ഇല്ല, ഞാൻ അദ്ദേഹത്തോടൊന്നും പറയില്ല. നീ ഒന്നും പറഞ്ഞു പോരുത്. ഞാൻ പറയുന്ന കേൾക്കാതെ നീ ഇക്കാര്യം പ്രിയഞ്ചേട്ടനോട് പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ചാടിച്ചാവും. ജീവശവായി കഴിയുന്ന എനിക്ക് മരിക്കാൻ പേടിയില്ല. ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് വരെ ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ആ കല്യാണം നടത്താൻ വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേച്ചി സന്തോഷത്തോടെ കുടുംബജീവിതം തുടങ്ങുമ്പോഴായിരിക്കും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു ഫലം കിട്ടുന്നത്. അതുവരെ ആരും ഒന്നും അറിയരുത്. നീ അറിയിക്കരുത്. നീ ആലോചിച്ചു കൂട്ടുന്ന എല്ലാം തെറ്റാണ് പാറു. നീ പ്രിയഞ്ചേട്ടനോടൊന്ന് സംസാരിച്ചു നോക്ക്. അല്ലെങ്കിലേ ആ കരുണാകരൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എല്ലാരെയും ചീത്ത വിളിച്ചോണ്ടിരിക്കുക. അതിനിടയില് നിങ്ങൾ അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത്. ജോലി സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
പ്രിയഞ്ചേട്ടനോട് പറ പാറു, പറയാൻ. ഞാനൊരു 1000 തവണ ഇവളോട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞു. എത്ര ചോദിച്ചാലും ഇവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന ഉത്തരം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ.